ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ്യത്തെയും. നമ്മൾ ഇന്ന് ഒരു കോട്ടയം സ്റ്റൈൽ കല്യാണ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. കോട്ടയം ഭാഗങ്ങളിൽ കല്യാണത്തിൻ്റെ തലേദിവസം ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ്. അടിപൊളി മീൻകറിയാണ് കേട്ടോ. നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയും ഒക്കെ ചേർന്ന അടിപൊളി മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ മീൻ ചട്ടിയിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ആ ചൂടിൽ കിടന്ന് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഒരു 4 ചുള കുടംപുളി കഴുകി വെച്ചിരിക്കുന്ന ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഒരു ടീസ്പൂൺ ഞാൻ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചാറ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. വലിയ മീൻ ഈ രീതിയിൽ കറി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. സാധാരണ കല്യാണ വീടുകളിലൊക്കെ നെയ്മീനും പൂമീനും ഒക്കെയാണ്. പക്ഷേ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന മങ്കട മീനാണ്. മങ്കട മീൻ വെച്ചിട്ടായാലും നല്ല എരിവും പുളിയും അടിപൊളി മീൻ കറി നമുക്ക് റെഡിയായിട്ട് കിട്ടും. അടച്ച് വെച്ച് ചെറു തീയിൽ ഒരു 25 മിനിറ്റ് വേവിക്കുക. 25 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയും പച്ചമുളകും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കറി കേടുകൂടാതെ നമുക്കൊരു 3-5 ദിവസം എന്നും ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കപ്പയും അപ്പവും ചോറും എന്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചാറ് കഴിക്കാൻ തന്നെ അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.